ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗിറ്റ് റീബേസ് എന്ന് പറഞ്ഞ ഒരു കമാൻഡിനെ കുറിച്ചാണ്. ഓക്കെ, സോ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഗിറ്റിൻ്റെ ബ്രാഞ്ച് നോക്കി, മെർജ് നോക്കി. അപ്പോൾ ഗിറ്റ് റീബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെർജിലുണ്ടാകുന്ന ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗിറ്റ് ബ്രാഞ്ച് എന്താണ്, ഗിറ്റ് മെർജ് എന്താണെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതിയാവും. ഓക്കെ, സോ ഈ ഗിറ്റ് റീബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷണലായിട്ടുള്ളൊരു കമാൻഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡ് ഇല്ലെങ്കിലും നമുക്ക് ഗിറ്റൊക്കെ ഉപയോഗിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡുമാണ്. ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട്. സോ നമ്മൾ പറഞ്ഞു ഗിറ്റ് മെർജിൻ്റെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനാണ് ഗിറ്റ് റീബേസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ അതിന് ഫസ്റ്റ് നമുക്ക് ചെയ്യാം ഗിറ്റ് റീബേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇഷ്യൂ ആണ് ഗിറ്റ് മെർജിലുള്ളത് എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, സോ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് കമ്മിറ്റുകളുടെ ഒരു നിരേനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് വിളിച്ചിരുന്നത്. സോ ഇതുകൂടാതെ ബ്രാഞ്ചിനെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കമ്മിറ്റിലെ ഒരു ലേബലായിട്ടും കാണാം. അതായത് കമ്മിറ്റുകളാണെങ്കിൽ ഈ ഏറ്റവും ലേറ്റസ്റ്റ് കമ്മിറ്റിൻ്റെ ഒരു ലേബലായിട്ടും നമുക്ക് ബ്രാഞ്ചിനെ കാണാൻ പറ്റും. അതായത് ഈ ബ്രാഞ്ചിലോട്ടൊരു കമ്മിറ്റ് വരുവാണെങ്കിൽ അതെങ്ങനെ വരും? അതായത് ഒരു കമ്മിറ്റ് വന്നിട്ട് അതിൻ്റെ പാരൻറ്റ് ലേറ്റസ്റ്റ് ബ്രാഞ്ചിൻ്റെ ഹെഡിലോട്ടായിട്ട് ഈ ലേബലൊന്ന് ഇങ്ങോട്ട് നീക്കുക. സോ അങ്ങനെ നമുക്ക് ഒരു ബ്രാഞ്ചിനെ കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു പുതിയ ലേബൽ ഉണ്ടാക്കുക എന്നേ അർത്ഥം വരുന്നുള്ളൂ. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിനകത്ത് 2 ഫയൽസേ ഉള്ളൂ. ഇതിൻ്റെ ബ്രാഞ്ച് മെയിനാണ്, ഇതിനകത്ത് നമ്മൾ കുറച്ച് കമ്മിറ്റ്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് 2 ടൈപ്പ് മെർജിങ്ങിനെ കുറിച്ച് നോക്കാം. ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് മെർജും ഒന്ന് 3-വേ മെർജും. ഓക്കെ, സോ ഫാസ്റ്റ് ഫോർവേഡ് മെർജ് നോക്കുന്നതിന് മുന്നേ ഇതിൻ്റെ മെയിൻ ബ്രാഞ്ചിൽ നിന്നും നമുക്ക് ഒരു ബഗ് ഫിക്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കാം. ഓക്കെ, ഓക്കെ, ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ പുതിയൊരു ബ്രാഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലൂടെ നമുക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഗിറ്റ് ബ്രാഞ്ച് അടിച്ച് പോയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബഗ് ഫിക്സ് എന്നുള്ള പറഞ്ഞ ബ്രാഞ്ചിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബഗ് ഫിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് 2-3 കമ്മിറ്റ്സ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫയൽ 2-ൽ കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 3 കമ്മിറ്റ് ചെയ്യാം. സെയിം ഇതേപോലെ തന്നെ. ഗിറ്റ് ലോഗ് എടുത്ത് നോക്കാം. സോ ബഗ് ഫിക്സ് 1, ബഗ് ഫിക്സ് 2, ബഗ് ഫിക്സ് 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 കമ്മിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ബ്രാഞ്ച് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് മെയിൻ ബ്രാഞ്ചിലോട്ട് പോകണം. ഓക്കെ, മെയിൻ ബ്രാഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഫയലിനകത്ത് മറ്റേ ബ്രാഞ്ചിൽ ചേഞ്ച് ചെയ്ത ചേഞ്ചസ് ഒന്നുമില്ല. മെയിൻ ബ്രാഞ്ചിനകത്ത് ഇത്ര കോഡ്സേ ഉള്ളൂ. ഓക്കെ, ഇത്രയുമാണ് ബഗ് ഫിക്സിലെ ചേഞ്ചസ്, ഇത്രയുമാണ് മെയിൻ ബ്രാഞ്ചിലെ ചേഞ്ചസ്. നമുക്ക് എന്താ വേണ്ടത്? ഇത്രയും കൂടി മെയിൻ ബ്രാഞ്ചിൽ ചേഞ്ചസ് ആക്കണം. സോ പ്രത്യേകിച്ച് മെയിൻ ബ്രാഞ്ചിൽ വേറെ ഒരു കമ്മിറ്റും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ബ്രാഞ്ചിലെ ഈ ബ്രാഞ്ച് ലേബൽ എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടാൽ മതി. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ലേബൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. സോ അത്രേ ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് മെർജിനാണ് ഫാസ്റ്റ് ഫോർവേഡ് മെർജ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ മെർജിൻ്റെ കമാൻഡാണ്. പക്ഷേ നടക്കുന്നത് ഇവിടെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് മെർജാണെന്ന് മാത്രം. നമുക്കൊന്ന് മെർജ് നോക്കാം, എന്താ വരിക നോക്കാം. ബഗ് ഫിക്സ് ബ്രാഞ്ച് ഇങ്ങോട്ട് മെർജ് ചെയ്യാണ്. സോ ഇതിനകത്ത് അവരെഴുതി കാണിച്ചു ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അത്രയും ലേബൽ അങ്ങോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തു. അവിടുത്തെ ഫയൽസൊക്കെ ഈ വർക്ക് സ്പേസിൽ കൊണ്ടുപോയിട്ടു. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് മെർജാണ് 3-വേ മെർജ്. സോ 3-വേ മെർജ് എപ്പോഴും നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മളൊരു ബ്രാഞ്ചിൽ നിന്ന് ഒരു പുതിയ ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ ബ്രാഞ്ച് എടുത്തത് അവിടെയും പിന്നെ നമ്മുടെ ബ്രാഞ്ചിലും രണ്ടിലും നമ്മുടെ ബ്രാഞ്ച് എടുത്ത ശേഷം കമ്മിറ്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെർജിനെയാണ് 3-വേ മെർജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ നമുക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. സോ ഈ ബഗ് ഫിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. മേജർ ഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കി. ഇനി നമുക്ക് മെയിനിലും കമ്മിറ്റ് ചെയ്യാം, ഈ പുതിയ ബ്രാഞ്ചിലും കമ്മിറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഫയൽ 1 എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് മെയിൻ ബ്രാഞ്ചിൽ കമ്മിറ്റ് ചെയ്യാം. മെയിൻ 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്മിറ്റ് ചെയ്യാം.
ഇനി നമുക്ക് മേജർ ഫിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് ചെക്കൗട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്ക് കമ്മിറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ചില ഫയൽ 2 നമുക്ക് മോഡിഫൈ ചെയ്യാം. അവിടെ കമ്മിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒന്നും കൂടി കമ്മിറ്റ് ചെയ്യാം. ഒരു കമ്മിറ്റ് കൂടി ഇടാം. ജസ്റ്റ് മേജർ ഫിക്സ് 2 എന്ന് പറഞ്ഞിട്ട് 2 കമ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് തിരിച്ച് മെയിൻ ബ്രാഞ്ചിലോട്ട് പോകാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കമ്മിറ്റ് കൂടി ചെയ്യാം. 7 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബ്രാഞ്ച് ഇരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ മേജർ ഫിക്സ് എന്നുള്ള ബ്രാഞ്ച് മെയിനിലോട്ട് മെർജ് ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ ഫാസ്റ്റ് ഫോർവേഡ് നടക്കത്തില്ല. കാരണം ഇവിടെ ഇങ്ങോട്ട് ഫാസ്റ്റ് ഫോർവേഡ് നടത്തി കഴിഞ്ഞാൽ ഇത്രയും കമ്മിറ്റ് നഷ്ടമാവും. നേരെ മറിച്ച് നമ്മുടെ പുതിയ ബ്രാഞ്ചിലോട്ട് ഇവിടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലോ ഇത്രയും കമ്മിറ്റ് നഷ്ടമാവും. അപ്പോൾ നമുക്കങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് മെർജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസിൽ ഗിറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മെയിൻ ബ്രാഞ്ചിലാണ്, മറ്റേ ബ്രാഞ്ചാണ് ഇങ്ങോട്ട് മെർജ് ചെയ്യണമെങ്കിൽ അവൻ പുതിയ ഒരു മെർജ് കമ്മിറ്റ് ഉണ്ടാക്കും. ഇപ്പോൾ സാധാരണ കമ്മിറ്റിനൊക്കെ ഒരു പാരൻറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ മെർജ് കമ്മിറ്റിന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 പാരൻ്റ് ഉണ്ടാവും. സോ അതിനെയാണ് 3-വേ മെർജ് എന്ന് പറയുന്നത്. ഇനി 2 ബ്രാഞ്ച് മെർജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റിൻ്റെ റെസൊല്യൂഷനും ഈ മെർജിനകത്തേക്കാണ് പോണത്. ഓക്കെ, മെർജിനെക്കാട്ടി പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കാം ഈ പ്രൊജക്റ്റിൻ്റെ. ഓക്കെ, നമുക്കത് ആവശ്യം വരും. ഓക്കെ, സോ നമ്മുടെ മേജർ ഫിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യാണ്. ഓക്കെ, സോ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ പുതിയ ഒരു കമ്മിറ്റ് ഉണ്ടാക്കുക ചെയ്യുക. സോ ആ കമ്മിറ്റിൻ്റെ മെസ്സേജ് കൊടുക്കാനുള്ള വിം എഡിറ്റർ ഓപ്പൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് കൊടുക്കാം. അല്ലെങ്കിൽ ഇവൻ ഓൾറെഡി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ആ മെസ്സേജ് തന്നെ മതിയാവും നമുക്ക് മെർജ് ചെയ്യാന്ന് പറഞ്ഞ മെസ്സേജ്. സോ നമ്മൾ ഈ എഡിറ്റർ ക്വിറ്റ് ചെയ്തു, നമ്മളുടെ ചേഞ്ചസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. മേജർ ഫിക്സ്ഡ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു മെർജിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്മിറ്റിന് ശേഷം ഇത് 2 ഹിസ്റ്ററി ഉണ്ടാവും ഇതുവരെ. സോ ഇങ്ങനത്തെ ലീനിയർ അല്ലാത്തൊരു ഹിസ്റ്ററിയാണ് ഇതുപോലത്തുള്ള മെർജിൻ്റെ ഒരു പ്രോബ്ലം. സോ ലീനിയർ അല്ലാത്തൊരു ഹിസ്റ്ററിയുടെ ഒരു പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഇനിയിപ്പോൾ ഗിറ്റ് ലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, മെയിൻ 6 മെയിൻ 7 ഒരു ബ്രാഞ്ചിൽ നിന്ന് ചെയ്താണ്. പക്ഷേ അത് ഒരുമിച്ചല്ല കിടക്കുന്നത്. പക്ഷേ ഇത് 2 ഒരുമിച്ചാണ്. അതായത് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് 2 ബ്രാഞ്ചിലും ലോഗ് നമുക്ക് കാണിക്കുക. കാരണം ഇത് പല സമയത്ത് ഇത് കമ്മിറ്റ് ചെയ്ത ഡേറ്റിനനുസരിച്ചിട്ടാണ് ഇവിടെ കാണിക്കുക. സോ നമുക്ക് ലോഗ് നോക്കുമ്പോഴും കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതേപോലെ ഗിറ്റിന് തന്നെ മാനേജ് ചെയ്യുന്നത് ഒരു പാടാണ്. ഇത് 2 ബ്രാഞ്ചിൻ്റെ മെർജിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഒരുപാട് ടീമുകൾ നമ്മൾ മെയിൻ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യുമ്പോൾ അത് ഏകദേശം ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കും. സോ അങ്ങനത്തെ നോൺ ലീനിയർ ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് ഇങ്ങനത്തെ മെർജസിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം. പക്ഷേ ഇത് നമ്മുടെ ഫാസ്റ്റ് ഫോർവേഡ് മെർജിനില്ല. ഫാസ്റ്റ് ഫോർവേഡ് മെർജിന് എപ്പോഴും ലീനിയർ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ആയിരിക്കും. സോ ലീനിയർ അല്ലാത്ത ഹിസ്റ്ററിയാണ് ഇതിൻ്റെ പ്രോബ്ലം. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് റീബേസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഗിറ്റ് റീബേസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നോൺ ലീനിയർ ആയിട്ടുള്ള ഹിസ്റ്ററീനെ എങ്ങനെ ലീനിയർ ഒരു ഹിസ്റ്ററി ആക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന് നമ്മൾ നേരത്തെ മെർജ് ചെയ്യണക്കാട്ടി മുന്നേ ഉള്ള പ്രൊജക്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് കോപ്പി ചെയ്യാണ്. അതായത് പഴയ സ്റ്റേറ്റിലോട്ട് തന്നെ മാറ്റാണ് നമുക്ക് റീബേസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നോൺ ലീനിയർ ആയിട്ടുള്ള മെർജ് വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ മെയിൻ ബ്രാഞ്ചിനകത്ത് നമ്മൾ ബ്രാഞ്ച് എടുത്ത ശേഷം ഈ കമ്മിറ്റ് വന്നതാണ്. ഇത്രയും കമ്മിറ്റുകളാണ് ഇതിനെ നോൺ ലീനിയർ ആയിട്ടുള്ള ഹിസ്റ്ററി വരാനുള്ള കാരണം. സോ അതിനുള്ളൊരു ഏക സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മേജർ ഫിക്സ് എന്നുള്ള ബ്രാഞ്ചിലത്തെ കംപ്ലീറ്റ് കമ്മിറ്റും ഇവിടുന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഹെഡിലോട്ട് കൊണ്ടുപോയിടുക എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് മെർജ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ലീനിയർ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി കിട്ടും. സോ ഇങ്ങനെ നമ്മളുടെ ബ്രാഞ്ചിൻ്റെ ബേസ് ഒരു ബ്രാഞ്ചിൻ്റെ ഹെഡിലോട്ട് മാറ്റി സ്ഥാപിക്കുന്നതിനെയാണ് റീബേസിംഗ് എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് ഏത് ബ്രാഞ്ചാണോ റീബേസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ മേജർ ഫിക്സ് എന്നുള്ള ബ്രാഞ്ചാണ് റീബേസ് ചെയ്യുന്നത്, ആ ബ്രാഞ്ചിലോട്ട് പോവുക. സോ നമ്മുടെ കയ്യിൽ 2 ബ്രാഞ്ചുണ്ട്, മെയിനും മേജർ ഫിക്സും. അപ്പോൾ നമുക്ക് മേജർ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചാണ് നമുക്ക് റീബേസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ആ ബ്രാഞ്ചിലോട്ട് പോകണം. ഓക്കെ, ഇനി ഇത് ഏത് ബ്രാഞ്ചിനെ അടിസ്ഥാനമാക്കിയാണോ റീബേസ് ചെയ്യുന്നത്, നമുക്ക് മെയിൻ ബ്രാഞ്ചിനെ അടിസ്ഥാനമാക്കി റീബേസ് ചെയ്യേണ്ടത്. സോ അതിന് നമുക്ക് ഗിറ്റ് റീബേസ് മെയിൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് കമ്മിറ്റ്സ് കൊടുത്തിട്ട് ഇതിന് ഹെഡിൽ കൊണ്ടിടും. സോ അതിനെക്കാട്ടി മുന്നേ നമുക്കിവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ ഇവിടെ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിറ്റ് ഈ പുതിയ കമ്മിറ്റ്സുകൾ, ഈ ബ്രാഞ്ചിൽ വന്ന പുതിയ കമ്മിറ്റ്സുകളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും ഫസ്റ്റ്. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ച് എവിടെയാവും? ഇവിടെ ആയിരിക്കും. എന്നിട്ട് ഈ മെയിൻ്റെ ഇത്രയും കമ്മിറ്റ്സ് ഈ മേജർ ഫിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിനകത്തില്ല, അത് ഇങ്ങോട്ടും മെർജ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ലേബൽ ഇവിടെ എത്തും. സോ ഇതിനപ്പം എന്തായി, മെയിൻ ബ്രാഞ്ചും ഈ മേജർ ഫിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചും രണ്ടും സെയിമായി. ഇത്രയും പ്രോസസ്സിനെ റിവൈൻഡിങ് എന്നാണ് പറയുന്നത്.
എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച കമ്മിറ്റ്സുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ എൻഡിൽ അപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റ്സുകളൊക്കെ റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കമ്മിറ്റ് ചുമ്മാ കോപ്പി ചെയ്തിട്ടല്ല, പുതിയ ഓരോരോ കമ്മിറ്റ് ഉണ്ടാക്കുക ചെയ്യുന്നത്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ ഒരു മേജർ ഫിക്സ് ടു ഇതിൻ്റെ കമ്മിറ്റ് ഐ ഡി ഒന്ന് ഓർത്ത് വയ്ക്കുക, D56476. ഓക്കെ, ഈ കമ്മിറ്റ് ഐ ഡി ഒന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷേ നമ്മളിത് റീബേസ് ചെയ്യുമ്പോൾ ഈ പുതിയ കമ്മിറ്റ്സുകളിൽ ഈ അപ്ലൈ ചെയ്യുന്ന കമ്മിറ്റ്സുകളൊക്കെ പുതിയത് ഉണ്ടാക്കുമായിരിക്കും. സോ അതിൻ്റെ കമ്മിറ്റ് ഐ ഡിയും വ്യത്യാസമായിരിക്കും. അത് പുതിയൊരു ഫ്രഷ് കമ്മിറ്റായിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് റീബേസ് ചെയ്യാനുള്ള കമൻറ്റ് അടിച്ച് നോക്കാം. ഗിറ്റ് റീബേസ് മെയിൻ. ഓക്കെ, ഈ പറയണ പോലെ ഫസ്റ്റ് ഹെഡ് കൊണ്ടുപോയിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് അതിനെ റിവൈൻഡിങ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിന് ശേഷം ഈ 2 ഫിക്സുകളും ഓരോന്നായിട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ലോഗ് നോക്കിക്കഴിഞ്ഞാൽ എന്തിനകത്ത് ഈ 2 ഫിക്സ് ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ കമ്മിറ്റ് ഐ ഡി വ്യത്യാസമുണ്ട്. അതായത് ഇത് രണ്ടും ഫ്രഷ് കമ്മിറ്റായിട്ടാണ് ഇവൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ മെർജ് കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോഴും ഇതിനെ റീബേസ് ചെയ്തിട്ടേ ഉള്ളൂ. മെയിൻ ബ്രാഞ്ചിൽ ഇത് വന്നിട്ടില്ല. ഇനി നമ്മൾ മെയിൻ ബ്രാഞ്ചിൽ പോയിട്ട് ഇത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, മെയിൻ ബ്രാഞ്ചിലോട്ട് പോയിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി നമ്മൾ ഈ മേജർ ഫിക്സ് അങ്ങോട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് ഫോർവേഡ് ആയിരിക്കും. നമ്മളുടെ ഹിസ്റ്ററി എല്ലാം ലീനിയർ ആയിരിക്കും. ഓക്കെ, മെർജ് മേജർ ഫിക്സ് ഫാസ്റ്റ് ഫോർവേഡാണ്, അതിൻ്റെ കമ്മിറ്റ്സ് എല്ലാം ലീനിയർ ആയിരിക്കും. മേജർ ഫിക്സൊക്കെ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഹിസ്റ്ററി ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഗിറ്റിന് തന്നെ ഈ ഫയൽസുകളൊക്കെ മാനേജ് ചെയ്യാനും ഇതാണ് എളുപ്പം. സോ ഇതാണ് റീബേസ് ആൻഡ് മെർജ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു തംസ് അപ്പ് തരിക. ഈ ചാനലിൽ ജാവാസ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ ആൻഡ് ടെക്നോളജി വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.